ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു കണവ നിറച്ചിട്ട് ഒരു ഡിഷസ് ഉണ്ട്. ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത്, കോഴിക്കോടൊക്കെ ഭയങ്കര ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന സാധനമാണത്, കണവ നിറച്ചത്. അതിനായിട്ട് ഒരു കിലോ കണവ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും കൂടെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കണവൻ്റെ തലഭാഗങ്ങൾ എല്ലാം കൂടിയിട്ട് അങ്ങ് കട്ട് ചെയ്ത് വെക്കുക. തലയിലെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടി അങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ടങ്ങ് ആദ്യം എണ്ണയിലങ്ങ് വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഉപ്പും മുളക് പൊടി കൂടിയിട്ട് അതിലിടണം, ഇപ്പോൾ ആഡ് ചെയ്യണം. അതിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കണവയുണ്ടല്ലോ അതിടുക. ഇനി പാകത്തിന് ഉപ്പും മുളകും മല്ലിയൊക്കെ ഇടുക. തക്കാളി ഇടുക. തക്കാളി ഇട്ടിട്ട് നമ്മൾ ശരിക്കും അതിനൊന്ന് വഴറ്റിയെടുക്കുക. ശരിക്കും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് അതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇട്ടില്ല, ഓർമ്മയില്ലാണ്ടാണ്. കുറച്ചും കൂടി മുളക് പൊടി കാശ്മീരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കളറിനാണത്. പിന്നെ നമ്മൾ തേങ്ങ ചിരവി വെച്ചതിന് ഒരു അരമുടി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കണവ മാറ്റി വെച്ചതിൽ ഈ മസാലയും കൂടി അതിനകത്തോട്ട് അങ്ങ് നിറച്ച് കൊടുക്കണം. നിറച്ച് കൊടുക്കാൻ കുറച്ച് പണിയാണത്. നിറച്ച് കൊടുത്തിട്ട് ഒരു ഈർക്കലിൻ്റെ കഷ്ണം എടുത്തിട്ടങ്ങ് അതിൻ്റെ തലപ്പിൽ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കണം, ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിനെന്ത് ചെയ്യണം, ഒരു ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് അതിൽ നമുക്ക് അങ്ങ് പുഴുങ്ങി വേവിച്ചെടുക്കണം. വേവിച്ച് നല്ലൊരു അരമണിക്കൂർ നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നാലും അതിൻ്റെ ഈ കണവൻ്റെ മാംസമൊക്കെ നന്നായിട്ട് അങ്ങ് വേവുള്ളൂ. നന്നായിട്ട് വേവിച്ചെടുക്കണം. ശരിക്കും ഒരു അരമണിക്കൂർ നന്നായിട്ട് വേവിച്ചെടുക്കണം, എന്നാലും അത് കറക്റ്റ് വേവ് കിട്ടുള്ളൂ അതിന്. ഇല്ലെങ്കിൽ അത് അങ്ങ് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, വേവ് കിട്ടില്ല. നമ്മളൊരു അരമണിക്കൂർ ഏകദേശം ആയി കാണും. നമ്മളതായിപ്പോൾ ഓക്കെ, നല്ല ഫില്ലായി വന്ന് ടെമ്പറായിട്ടുണ്ട്, കണ്ടില്ലേ. എന്നിട്ട് നമ്മളൊരു പാനിൽ ചൂടാക്കിയതിന് ശേഷം അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഈ വേവിച്ച സാധനം അതിലോട്ടിട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം എണ്ണയൊക്കെ ചൂടായിട്ട് കറക്റ്റ് ആ വേവിച്ച കണവ ഇതിലോട്ട് തട്ടി മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി എല്ലാം കൂടെ എണ്ണയും മുളക് പൊടിയും എല്ലാം കൂടിയിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്ത് ഇത് കഴിക്കണം. അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ നല്ല ടേസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അത് നിങ്ങൾ ഒരിക്കലൊന്ന് ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ ഡിഷസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളത് ഒരിക്കലൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര രുചിയാണത്. നമുക്ക് സ്നാക്സായിട്ടൊക്കെ കഴിക്കാം, ഫുഡായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റ്. അതാ അർജുനൊക്കെ എടുത്ത് കഴിച്ച് നോക്കുന്നുണ്ട്. അർജുനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അർജുൻ ഇഷ്ടപ്പെട്ടോ? അടിപൊളി. അതാ സുഷമി എടുത്ത് കഴിക്കുന്നുണ്ട്. അതെ, വിച്ചുക്കുട്ടനെടുത്ത് കഴിഞ്ഞു. വിച്ചുക്കുട്ടനെടുത്ത് കഴിച്ചു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.